ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ പപ്സാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് കുറച്ച് കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇച്ചിരി ചിക്കൻ മസാലയും ഒരു ശകലം മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഞാൻ ഒരു 3-4 മണിക്കൂർ മുമ്പ് വെച്ചിരുന്നതാണ്. ഇതിനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ച് ഓയിൽ ഒഴിച്ച് അതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമേ. അങ്ങനെ നമ്മുടെ പാൻ അടുപ്പേ വെച്ച് കുറച്ച് ഓയിൽ കൊടുത്തു. എന്നിട്ട് ഈ ചിക്കൻ എല്ലാം കൂടെ അതിനകത്തിട്ട് വറുത്തെടുക്കാൻ പോവാണേ. ഇവിടെ വറുത്ത് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടുന്ന മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട്. അതിനെ ഫൈൻ ചോപ്പായിട്ട് അരിയണേ. നമ്മുടെ ചിക്കന് ഓൾമോസ്റ്റ് അത് ഡ്രൈ ആയി വറുത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ഡീപ്പ് ഫ്രൈ ആക്കണ്ട, എന്നാൽ ഒട്ടും ഫ്രൈ ആക്കാതെ ഇരിക്കുകയും ചെയ്യരുത്. ഞാൻ അധികം എണ്ണയൊന്നും ഒഴിച്ചില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. കുറച്ച് എണ്ണയെ ഒഴിച്ചുള്ളൂ. ആ ചിക്കൻ്റെ എണ്ണയും കൂടെ കുറച്ച് ഇറങ്ങി വരുവേ. എന്നിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ല ഫ്രൈ ആക്കിയെടുക്കും. ഒത്തിരി ഡീപ്പ് ഫ്രൈ ആക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാൻ പോവാണേ. അങ്ങനെ നമ്മുടെ വറുത്തെടുത്ത ചിക്കൻ എല്ലാം ഒരു ബൗളിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് എന്നാ പറയുന്നത് നാറട്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് പപ്സിന് വേണ്ടുന്ന മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ആ സെയിം പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ. അപ്പോൾ നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരുന്ന സവാള ഞാൻ ചെറിയ നല്ല സ്മോൾ ഫൈൻ ഇതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് 3-4 പച്ചമുളക്, കുറച്ച് കരിയാപ്പിലയും അത് അരിഞ്ഞെടുക്കണേ, മുഴുവനെ ഇടരുത്, അതും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാനും ഓയിലും ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് കരിവേപ്പിലയാണേ. നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തു, പച്ചമുളകിനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുക്കാമേ. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പൂടി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണേ. വഴന്ന് വരട്ടെ. ഞാനിവിടെ 2 തക്കാളിക്കയും കൂടി എടുത്തിട്ടേ. അപ്പോൾ നമ്മുടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണേ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് വീട്ടിൽ പൊടിച്ച മുളക് പൊടി കുരുമുളകാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിയുടെ അനുസരിച്ച് അത് ഇടാമേ. ഞാൻ അതൊരു 1/2 സ്പൂൺ കൂടി ഇടുവാണേ. ഇനി ഒരു സ്പൂണ് കുറച്ച് മുളക് പൊടി, എരി കുറവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി കുറവും കുരുമുളക് പൊടി കൂടുതലുമാണ് പപ്സിന് വേണ്ടുന്നത്. ഇനി കുറച്ച് ഗരം മസാല, അതും വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇനി 1 സ്പൂണ് മല്ലിപ്പൊടി ഇടുവാണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണം എല്ലാം മാറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം ഉള്ളിക്കകത്തും മസാലയെല്ലാം വഴന്ന് കിട്ടിയതിൻ്റെ. നമ്മൾ കുറേ ഉള്ളി എടുത്തല്ലായിരുന്നോ, ഇത് വഴറ്റി വന്നപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അത് നല്ലതായിട്ട് വഴറ്റി ഈ സവാളയുമായിട്ട് യോജിപ്പിച്ചെടുക്കുക. തക്കാളി എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊന്ന് ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുവാണ്. എന്നിട്ട് ഇച്ചിരി തീ കുറച്ച് കൊടുക്കുക. സമയം മസാല റെഡി ആകുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ വറുത്ത് കൊണ്ടുവന്നതെല്ലാം നന്നായിട്ട് എന്നാ പറയുന്നത് ചൂടൊക്കെ പോയിട്ടുണ്ട്. അതിനി ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാൻ പോവാണേ. ഇത് കണ്ടോ, എല്ലാം ഇതായി. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി അടപ്പെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തായിരുന്നേ. ചെയ്ത് വെച്ചിരുന്ന ചിക്കന് വെച്ച് നമ്മുടെ മസാലയിലേക്ക് ഇടാൻ പോവാണേ. ഇതിന് നല്ലതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പപ്സിനുള്ള മസാല റെഡിയായി. നമുക്ക് പേസ്ട്രി ഷീറ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാമേ. ഒരു ശകലം ഉപ്പൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പപ്സ് ഷീറ്റിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല കുറേശ്ശെ എടുത്ത് വെച്ച് കൊടുക്കുക. കുറേശ്ശെ എടുത്ത് കൊടുത്ത് നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ അതിനെ മടക്കിയെടുത്ത് ഷേപ്പാക്കുക. ഇങ്ങനെ ഒന്ന് വെക്കുക കേട്ടോ. ട്രേയിലോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ആക്കിയെടുത്ത് വെക്കാൻ പോകണേ. ട്രേക്കകത്ത് ആക്കിയിട്ടുണ്ട്. ഇതിന് ഞാനൊരു ജസ്റ്റ് പറഞ്ഞു. ഇനി അതിലോട്ട് എഗ് വാഷ് ചെയ്യാൻ പോവാണേ. അങ്ങനെ നമ്മുടെ പപ്സ് എല്ലാം ഞാൻ എഗ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓവൻ അപ്പോൾ ഒരു 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചിരുന്ന ഇതിനെ ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബേക്ക് ചെയ്ത് എൻ്റെ പപ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസുകൾ ഇടുക. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.